നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മഹാഭാരതത്തിലൂടെ ഒരു തീർത്ഥാടനം എന്ന പ്രഭാഷണ പരമ്പരയുടെ ഈ ആഴ്ചയിലേക്ക് എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. മഹാഭാരതത്തിലൂടെ തീർത്ഥാടനം 17ാം ഭാഗത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. ചില ശാപങ്ങൾ അത് ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്നു എന്ന വിഷയവുമായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച യാത്ര ചെയ്തത്. നമുക്കറിയാം, പ്രശസ്തമായ അവാർഡുകളിൽ ഒന്നാണ് നോബൽ അവാർഡുകൾ, നോബൽ സമ്മാനം. ഈ നോബൽ സമ്മാനം ആവിർഭവിക്കുവാൻ അല്ലെങ്കിൽ നോബൽ സമ്മാനം തുടങ്ങുവാൻ അതിനൊരു രസകരമായ കാരണമുണ്ട്. സ്വീഡിഷ് ശാസ്ത്രജ്ഞനായ ആൽഫ്രഡ് നോബൽ ഏതാണ്ട് 355-ലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ പ്രശസ്തനായ സയന്റിസ്റ്റ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ഒരു കാര്യത്തിലൂടെ, ഒരു വിഷയത്തിലൂടെയാണ് നോബൽ അവാർഡുകൾ യാഥാർത്ഥ്യമായത്. അദ്ദേഹത്തിന്റെ സഹോദരൻ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങൾ തെറ്റിദ്ധരിച്ചത് ആൽഫ്രഡ് നോബൽ മരിച്ചു എന്നായിരുന്നു. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ വന്ന വാർത്ത, മരണത്തിന്റെ മൊത്ത കച്ചവടക്കാരൻ ആൽഫ്രഡ് നോബൽ അന്തരിച്ചു എന്നുള്ളതായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവനവന്റെ മരണവാർത്ത അറിയുക എന്നുള്ളത് രസകരമാണെങ്കിലും ആ ക്യാപ്ഷൻ, ആ പത്രങ്ങളിൽ വന്ന ക്യാപ്ഷൻ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വന്ന ക്യാപ്ഷൻ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. കാരണം ലോകോപകാരപ്രദമായ ഒട്ടനവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പത്രങ്ങൾ ഇതുപോലെയുള്ള വാർത്തകളാണല്ലോ കൊടുക്കുക എന്ന ഒരു ചിന്ത ആൽഫ്രഡ് നോബലിനുണ്ടായി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ടെത്തിയ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രഗത്ഭമായ ഒരു കണ്ടുപിടുത്തമാണ് ലോകവിനാശത്തിന് ആകാവുന്ന ഡൈനാമിറ്റ് എന്ന വസ്തു. അപ്പോൾ ലോകോപകാരപ്രദമായ 354 കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടും ലോകവിനാശത്തിന് കാരണമായ ഡൈനാമിറ്റിന്റെ മാത്രം ഉപജ്ഞാതാവായി മരണശേഷം താൻ ചിത്രീകരിക്കപ്പെടുമല്ലോ എന്ന ഒരു ചിന്ത ആൽഫ്രഡിന്റെ മനസ്സിലുണ്ടായി. ആ ചിന്തയിൽ നിന്നാണ് തന്റെ സ്വത്ത് സമ്പാദ്യങ്ങളൊക്കെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള വിവിധ കാര്യങ്ങളിൽ അദ്ദേഹം ചെലവഴിക്കുകയും തന്റെ സമ്പാദ്യത്തിന്റെ ഒരു വലിയ ഭാഗം വെച്ചുകൊണ്ട് നോബൽ അവാർഡുകൾ കൊടുക്കുവാനുള്ള ഒരു തീരുമാനവും അത് നടപ്പിലാക്കുകയും അദ്ദേഹം ചെയ്തു. ആൽഫ്രഡ് നോബലിന്റെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒട്ടനവധി ഗുണപരമായ കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയെങ്കിലും അദ്ദേഹം മരണശേഷം അറിയപ്പെടുവാൻ സാധ്യത ഉണ്ടായിരുന്നത് ഡൈനാമിറ്റ് എന്ന ലോകവിനാശകരമായ ഒരു കണ്ടുപിടുത്തത്തിന്റെ പേരില് മരണത്തിന്റെ മൊത്ത കച്ചവടക്കാരൻ എന്ന ക്യാപ്ഷനോട് കൂടിയാണ് അദ്ദേഹം അറിയപ്പെടേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ അറിയപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് ഈ ലോകം. മറ്റുള്ളവന്റെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ മറ്റുള്ളവന്റെ ഗുണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനപ്പുറം അവന്റെ ദോഷങ്ങൾ കണ്ടെത്തുവാൻ താല്പര്യമുള്ള ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഗുണങ്ങളെക്കാൾ കയറെ മറ്റുള്ളവന്റെ കുറ്റങ്ങൾ പിടിക്കുകയും ഓരോ കീർത്തിമാന്മാരായി ഓരോരുത്തരുടെ മുന്നില് അവരുടെ ചെറിയ തെറ്റുകൾ കൊണ്ടുവന്ന് അവരെ ദുഷ്കീർത്തിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നാം കാണുന്നത്. ഇത് വർത്തമാന കാലഘട്ടത്തിൽ മാത്രമല്ല, ഭൂതകാലത്തും എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആൽഫ്രഡ് നോബലിന്റെ ആ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിന്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു ശുദ്ധമായ പശുവിൻ പാലിൽ ഒരു തുള്ളി കറ വീണാൽ ആ പാല് ഉപയോഗശൂന്യമാകും എന്ന് പറഞ്ഞ പോലെയാണ് നല്ല പ്രവർത്തികൾ ചെയ്ത മനുഷ്യന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തനം തെറ്റായി കഴിഞ്ഞാൽ അവനിലേക്ക് വരുന്ന ദുഷ്കീർത്തി. സമൂഹം ആഗ്രഹിക്കുന്നതാണ്, അത് പ്രചരിപ്പിക്കുവാനാണ് സമൂഹം ആഗ്രഹിക്കുന്നത്. മഹാത്മാഗാന്ധിയെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രസിദ്ധനായ മഹാത്മാവിനെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ കൊലപാതകിയായ ഗോഡ്സെയെ ഓർക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷമാണ് നമ്മുടേത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 5000-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് മഹാഭാരതം സൃഷ്ടിച്ചു. ആ മഹാഭാരതം സൃഷ്ടിച്ചു കഴിഞ്ഞ് ഇന്ന് നമ്മൾ മഹാഭാരതം വായിച്ചു കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ അതിലൊരു വില്ലൻ കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. ഒട്ടേറെ നന്മകൾ ചെയ്ത വ്യക്തിയാണെങ്കിലും അദ്ദേഹം ചെയ്ത ഒരേ ഒരു പ്രവൃത്തി കൊണ്ട് മഹാഭാരതത്തിന്റെ ഒരു വില്ലൻ കഥാപാത്രമായി, ഒരേ ഒരു വില്ലൻ കഥാപാത്രമായി ആ കഥാപാത്രം നിലനിൽക്കുകയാണ്.
ആ കഥാപാത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് ഈ ഭാഗം കടന്നു പോകാം. ഹസ്തിനപുരത്തെ ദുര്യോധനന്റെ സഹോദരന്മാരുടെയും പാണ്ഡവരുടെയും ഗുരുനാഥനാണ് ദ്രോണാചാര്യർ. ആ ദ്രോണാചാര്യർക്ക് ഒരേയൊരു പുത്രൻ അശ്വത്ഥമാവ്. തന്റെ അച്ഛന്റെ ചെയ്തികൾ കണ്ടുപിടിച്ച് നല്ല ഗുണങ്ങളുമായി അശ്വത്ഥമാവ് വളർന്നു വരികയാണ്. ഹസ്തിനപുരത്തെ ദുര്യോധനാദികൾക്കും പാണ്ഡവർക്കും ആയുധാഭ്യാസം ദ്രോണാചാര്യർ കൊടുക്കുന്നതോടൊപ്പം തന്നെ തന്റെ പുത്രനും അവരുടെ ഒപ്പം ആയുധാഭ്യാസം പകർന്നു കൊടുക്കുകയാണ്. നമുക്ക് മുൻ ഭാഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ദ്രോണാചാര്യർക്ക് ഇഷ്ടപ്പെട്ട ശിഷ്യൻ അർജുനായിരുന്നു. അർജുന് വിശേഷാൽ വിദ്യകൾ ദ്രോണാചാര്യർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അർജുനന് പറഞ്ഞു കൊടുത്തോടൊപ്പം തന്നെ വിശേഷാൽ വിദ്യകൾ തന്റെ പുത്രനായ അശ്വത്ഥമാവനും ദ്രോണാചാര്യർ നൽകി. അങ്ങനെ നല്ല വിദ്യകളുമായി സർവഗുണ സമ്പന്നനായി സർവശസ്ത്ര വിശാരദനായി അശ്വത്ഥമാവ് വളർന്നു വരികയാണ്. അശ്വത്ഥമാവിന് കൂടുതൽ അടുപ്പം ദുര്യോധനും സഹോദരന്മാരുമായിട്ടായിരുന്നു. എന്നാൽ പാണ്ഡവരോട് വിരോധം ഉണ്ടായിരുന്നില്ല. നമ്മൾക്ക് മഹാഭാരതത്തിലെ പല രംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ദുര്യോധനൻ പാണ്ഡവരെ ഉപദ്രവിക്കുന്നു, ദുര്യോധനും പാണ്ഡവരുമായുള്ള ശണ്ട നടക്കുന്നു. ആ സമയത്തൊക്കെ പാണ്ഡവരുമായിട്ടുള്ള വൈരാഗ്യം അവസാനിപ്പിക്കുവാൻ ദുര്യോധനെ അശ്വത്ഥമാവ് ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ആ ഉപദേശവും നടന്നില്ല. നമുക്കറിയാം, യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. ദ്രോണാചാര്യർ കൗരവരുടെ ദുര്യോധനന്റെ കൂടെയാണ്, അച്ഛനോടൊപ്പം മകനും ചേർന്നു. ഗംഭീരമായ കുരുക്ഷേത്ര യുദ്ധം, പാണ്ഡവരും ധാർത്തരാഷ്ട്രന്മാരും തമ്മിലുള്ള ഗംഭീരമായ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നു. അശ്വത്ഥമാവ് അവിടെയൊക്കെ ദുര്യോധനന് പൂർണ്ണ പിന്തുണ എങ്കിക്കൊണ്ട് ആ യുദ്ധഭൂമിയിൽ അശ്വത്ഥമാവ് വിരാജിക്കുകയാണ്. ആ സമയത്താണ് ദ്രോണരെ പാണ്ഡവർ കൊല്ലുന്നത്. അസത്യം പറഞ്ഞ് തന്റെ പിതാവിനെ വധിച്ച പാണ്ഡവരോടുള്ള പക അശ്വത്ഥമാവിൽ പുകയാൻ തുടങ്ങി. അശ്വത്ഥമാവ് ആ പകയാൽ കൂടുതൽ കരുത്തരായി മാറുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ യുദ്ധം 18 ദിവസം നീണ്ടുനിന്ന യുദ്ധം. അതിന്റെ അന്ത്യം നമുക്കറിയാം. കൗരവർ ഒന്നടങ്കം, ദുര്യോധനന്റെ സഹോദരന്മാർ ഒന്നടങ്കം, ദുര്യോധനന്റെ പടയാളികൾ ഒന്നടങ്കം, ദുര്യോധനോടൊപ്പമുള്ള രാജാക്കന്മാർ ഒന്നടങ്കം ഇല്ലാതായി കഴിഞ്ഞു. ആകെ ആ യുദ്ധഭൂമിയിൽ അവശേഷിക്കുന്നത്, ദുര്യോധന പക്ഷത്തിൽ അവശേഷിക്കുന്നത് അശ്വത്ഥമാവും കൃതവർമാവും കൃപാചാര്യരുമാണ്. ഗംഭീരമായ ഗദായുദ്ധത്തിന്റെ ആ ധർമ്മം വെടിഞ്ഞുകൊണ്ട് ഭീമസേനൻ ദുര്യോധനെ പരാജയപ്പെടുത്തുകയാണ്, തുടക്കടിച്ചുകൊണ്ട്. അടിയേറ്റ ദുര്യോധനൻ മണ്ണിൽ വീഴുകയാണ്, ഭൂമിയിൽ വീഴുകയാണ്. അതോടുകൂടി പാണ്ഡവർ വിജയിച്ചു എന്നവർക്ക് മനസ്സിലായി. ആ വിജയാഹ്ലാദത്തോടുകൂടി പാണ്ഡവർ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നിന്ന് പോകുകയാണ്. 18-ാം ദിവസം രാത്രി തങ്ങളുടെ രാജാവിനെ കാണാൻ വേണ്ടി ദുര്യോധനന്റെ കൂടെയുള്ള 3 പേർ, അശ്വത്ഥമാവും കൃപാചാര്യരും കൃതവർമാവും വരികയാണ്. മണ്ണിൽ പൊടിയിൽ ചോരയൊലിപ്പിച്ച് കിടക്കുന്ന ദുര്യോധനെ കണ്ട വഴി 3 പേർക്കും വേദനയായി, ദുഃഖമായി, കോപമായി. പ്രത്യേകിച്ചും അശ്വത്ഥമാവി. അവിടെ വെച്ച് അവരുടെ രാജാവിന് ഉറപ്പു കൊടുക്കുകയാണ്, ഇന്ന് രാത്രി ഞങ്ങൾ പാണ്ഡവരെ തീർക്കും, അവരെ രാജ്യം ഭരിക്കുവാൻ അനുവദിക്കുകയില്ല എന്ന ഉറപ്പ് കൊടുക്കുകയാണ്. ആ രാത്രിയിൽ, ആ യുദ്ധാവസാനം ദിനത്തിന്റെ രാത്രിയിൽ അശ്വത്ഥമാവിനെ തന്റെ സേനയുടെ സേനാധിപതിയായി ദുര്യോധനൻ അഭിഷേകം ചെയ്യുകയാണ്. ത്തിലേക്ക് പോകും. വിജയത്തിന്റെ ആഘോഷങ്ങൾ കഴിഞ്ഞ്, വിജയത്തിന്റെ ആഹ്ലാദങ്ങൾ കഴിഞ്ഞ്, വിജയത്തിന്റെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് ക്ഷീണിതരായി പാണ്ഡവ കുടീരത്തിൽ എല്ലാവരും അഗാധമായ നിദ്രയിലാണ്. ആ ഇരുട്ടിന്റെ മറവിൽ, ആ രാത്രിയുടെ മറവിൽ ഈ 3 പേരും പാണ്ഡവ കുടീരത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. യുധിഷ്ഠിരടക്കമുള്ള പാണ്ഡവരെ പ്രതീക്ഷിച്ച് ചെന്ന് അവർ കാണാൻ സാധിച്ചത് അവരെ 5 പേരും അവിടെ ഇല്ല. മറിച്ച് ദ്രൗപദിയുടെ സഹോദരനായ ദ്രോണരെ വധിച്ച ദൃഷ്ടദ്യുമ്നൻ, മറ്റൊരു ദ്രൗപദി സഹോദരനായ ഭീഷ്മ പിതാമഹനെ വധിച്ച ശിഖണ്ഡി, പിന്നെ ദ്രൗപദിക്ക് തന്റെ 5 ഭർത്താക്കന്മാരിൽ നിന്നും ജനിച്ച 5 പുത്രന്മാർ. ആഹ്ലാദത്തിന്റെ ക്ഷീണത്തിൽ, ആഘോഷത്തിന്റെ ക്ഷീണത്തിൽ അഗാധമായി നിദ്രയിൽപ്പെട്ട് ഉറങ്ങിക്കിടക്കുകയാണ് അവർ. അശ്വത്ഥമാവ് ഒന്നും നോക്കിയില്ല.
ഉറങ്ങിക്കിടക്കുന്ന അവരെ മൃഗീയമായി വധിക്കുന്നു അശ്വത്ഥമാവ്. മൃഗീയമായി ആ 7 പേരെയും വധിച്ചുകൊണ്ട് അശ്വത്ഥമാവ് ഓടിപ്പോവുകയാണ് വനത്തിലേക്ക്. പ്രഭാതമായി പാണ്ഡവർ മറ്റൊരു സ്ഥലത്ത് താമസിച്ചുകൊണ്ടിരുന്ന, മറ്റൊരു സ്ഥലത്ത് രാത്രി ചെലവഴിച്ച പാണ്ഡവരുടെ കാതുകളിൽ തങ്ങളുടെ ഉറ്റവർ മരിച്ചു ആർത്തെത്തുന്നു. കോപവും ദുഃഖവും കലർന്ന അവർ ഓടി പാണ്ഡവ ആ കുടീരത്തിൽ എത്തുകയാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, തങ്ങളുടെ മക്കൾ, ദ്രൗപദി സഹോദരന്മാർ അടങ്ങുന്നവർ മൃഗീയമായി വധിക്കപ്പെട്ടിരിക്കുന്നു. കോപാകുലരായ പാണ്ഡവർ അർജുനും ഭീമന്റെയും നേതൃത്വത്തിൽ അശ്വത്ഥമാവിനെ അന്വേഷിച്ചു പോയി. വനത്തിൽ നിന്ന് അശ്വത്ഥമാവിനെ പിടിച്ചു കെട്ടി യുധിഷ്ഠിരന്റെയും ദ്രൗപദിയുടെയും മുന്നിൽ ഇട്ടുകൊടുക്കുകയാണ്. കോപാകുലനായ ഭീമസേനൻ അശ്വത്ഥമാവിനെ വധിക്കാൻ പോകുന്നു. ദ്രൗപദി തടയുകയാണ്. ഒരു പുത്രനെ വധിക്കാൻ പാടില്ല. അവസാനം യുധിഷ്ഠിരന്റെ നിർദ്ദേശാനുസരണം ആ ഗുരുപുത്രന്റെ അശ്വത്ഥമാവിന്റെ തല മുണ്ടനം ചെയ്ത് കാട്ടിലേക്ക് ഓടിച്ചു വിടുകയാണ്. പക്ഷെ ഇതിനിടയ്ക്ക് മറ്റൊരു പദവും കൂടി അശ്വത്ഥമാവ് ചെയ്തു. ദർഭപ്പുല്ലിൽ നിന്ന് ബ്രഹ്മശിരസ് എന്നൊരു അസ്ത്രമുണ്ടാക്കാനുള്ള വിദ്യ ദ്രോണാചാര്യർക്കറിയാം. ആ വിദ്യ അർജുനെ പഠിപ്പിച്ചു കൊടുത്തോടൊപ്പം അശ്വത്ഥമാവിനെ പഠിപ്പിച്ചു കൊടുത്തു. അശ്വത്ഥമാവ് ബ്രഹ്മശിരസ് പാണ്ഡവരുടെ നേരെ ഉപയോഗിച്ചു. ആ ബ്രഹ്മശിരസിനെ നേരിടുവാൻ അതേ അസ്ത്രം തന്നെ അർജുനൻ തിരികെ ഉപയോഗിച്ചു. ഈ 2 അസ്ത്രങ്ങളും തമ്മിൽ കൂട്ടിമുട്ടിയാൽ ലോകം നശിക്കുമെന്ന് മനസ്സിലാക്കിയ ഋഷീശ്വരന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇരു കൂട്ടരോടും അസ്ത്രങ്ങൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. അർജുനൻ അസ്ത്രം പിൻവലിച്ചു. പക്ഷേ അശ്വത്ഥമാവ് അസ്ത്രം അർജുനപുത്രനായ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചക്രയുഗത്തിൽപ്പെട്ട് ചതിക്കപ്പെട്ട് മരിച്ച അഭിമന്യുവിന്റെ വിധവയായ പത്നി ഉത്തരയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന ഭ്രൂണത്തിലേക്ക് ആ അസ്ത്രത്തെ തിരിച്ചുവിട്ടു. ഭഗവാൻ കൃഷ്ണൻ മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ സംയോജിതമായ ഇടപെടൽ മൂലം ആ ഭ്രൂണത്തെ കാത്തു സൃഷ്ടിക്കുവാൻ, പിന്നീട് പരിഷത്ത് എന്ന പേരില് ആ കുഞ്ഞിന് ഭൂജാതനാകുവാൻ കൃഷ്ണന്റെ സംയോജിതമായ ഇടപെടൽ മൂലം സാധിച്ചു. ഹിന്ദു പുരാണങ്ങളനുസരിച്ച് ഈ ലോകത്ത് 7 പേർ മരണമില്ലാത്തവരായി ചിരഞ്ജീവികളായി ഇന്നും നമ്മോടൊപ്പം ഉണ്ടെന്നാണ് വിശ്വാസം. വേദവ്യാസൻ, പരശുരാമൻ, മഹാബലി, വിഭീഷണൻ, ഹനുമാൻ, കൃപാചാര്യർ, അശ്വത്ഥമാവ്. ഇതിൽ അശ്വത്ഥമാവ് ഒഴിച്ച് മറ്റ്6 പേരും ഇന്നും നന്മയുടെ പ്രതീകമായി നമ്മൾ വിശ്വസിക്കുകയും നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ അശ്വത്ഥമാവ് ഇരുട്ടിന്റെ മറവിൽ ഉറങ്ങിക്കിടക്കുന്നവരെ ആക്രമിച്ച കാപട്യത്തിന്റെ, ചതിയുടെ പര്യായമായി മാറിയ അശ്വത്ഥമാവ്. ഈ അശ്വത്ഥമാവ് എന്ന കഥാപാത്രത്തിലൂടെ നമ്മൾ പഠിക്കുവാനുള്ള ഒട്ടേറെ ഗുണപാഠങ്ങൾ മഹാഭാരതം നമുക്ക് തരുന്നുണ്ട്. ഒന്ന്, ഇന്നും വർത്തമാനകാലത്തും 5000 വർഷത്തിനപ്പുറമുള്ള ഈ വർത്തമാനകാലത്തും ഇതുപോലെയുള്ള അശ്വത്ഥമാക്കൾ ഈ ലോകത്തുണ്ട്. നേർക്കുനേർ പോരാടാതെ, നേർക്കുനേർ യുദ്ധം ചെയ്യാതെ, നേർക്കുനേർ പ്രതികരിക്കാതെ, മറവിൽ നിന്നുകൊണ്ട് ചതിയും കാപട്യവും നടത്തി വാക്കുകൊണ്ടും ആയുധങ്ങൾ കൊണ്ടും ഭീതി ജനിപ്പിക്കുന്ന അശ്വത്ഥമാക്കൾ. ആരോടും അവർക്ക് സഹതാപമില്ല. രോഗിയെന്നോ ചെറിയ കുഞ്ഞെന്നോ സഹതാപമില്ലാതെ ദാരുണമായ അല്ലെങ്കിൽ നിഷ്ഠൂരമായ പ്രവൃത്തി ചെയ്യാൻ മടി കാണിക്കാത്ത അശ്വത്ഥമാക്കളും ഇന്ന് നമ്മുടെ ലോകത്തുണ്ട് എന്ന് വർത്തമാനകാലത്ത് നാം കേൾക്കുന്ന, വായിക്കുന്ന, കാണുന്ന വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന്, മകനായാലും ശിഷ്യനായാലും കൊടുക്കേണ്ടടുത്ത് യഥാർത്ഥ വിദ്യ കൊടുക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ചും ആയുധ വിദ്യ. ദ്രോണാചാര്യർക്ക് പറ്റിയ അബദ്ധം, ദ്രോണാചാര്യർക്ക് പറ്റിയ അപകടം, ബ്രഹ്മശിരസ് എന്ന അസ്ത്രം അർജുനും അതോടൊപ്പം തന്റെ പുത്രനും കൊടുത്തു. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഈ ബ്രഹ്മശിരസ് എന്ന അസ്ത്രം ഈ 2 പേരും ഉപയോഗിച്ചപ്പോൾ, ഋഷീശ്വരന്മാർ അതിന്റെ വിപത്ത് പറഞ്ഞപ്പോൾ അർജുനൻ ആ അസ്ത്രം പിൻവലിക്കാൻ തയ്യാറായി. പക്ഷേ ചതിയും കാപട്യവും മാത്രമുള്ള അശ്വത്ഥമാവ് ആ അസ്ത്രം പിൻവലിക്കാൻ തയ്യാറായില്ല.
അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആയുധവിദ്യ പകർന്നു കൊടുക്കാനും ഏത് വിദ്യയായാലും അത് പകർന്നു കൊടുക്കേണ്ടത് അർഹമായ കരങ്ങളിലേക്ക് മാത്രമേ പാടുള്ളൂ. അനർഹമായ കരങ്ങളിലാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് ആ വ്യക്തിക്ക് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ ഹാനികരമാകും, ഉപദ്രവകരമാകും എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് അശ്വത്ഥമാവ ബ്രഹ്മശിരസ് ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് തിരിച്ചുവിട്ടത്. ഇന്നും നമ്മുടെ ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കും ഇതുപോലെയുള്ള അശ്വത്ഥമാക്കളെ. ചിരിച്ച മുഖത്തോടു കൂടിയുള്ളവരായിരിക്കാം, സാത്വികന്മാരെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ചതിയുടെ കാപട്യത്തിന്റെ മാറാപ്പമേറ്റ് നിൽക്കുന്നവരാണ്. ചിരഞ്ജീവിയായി അശ്വത്ഥമാവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ചിരഞ്ജീവിയുടെ അംശങ്ങൾ തേടിയ, അംശങ്ങൾ ഉൾക്കൊണ്ട അശ്വത്ഥമാക്കൾ അവരെ അകറ്റി നിർത്തിയേ മതിയാവും, അവരെ ഒഴിവാക്കിയേ മതിയാവും. അതിനാണ് ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, നല്ലതിനെയും ചീത്തയെയും തിരഞ്ഞെടുക്കാൻ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ. ആ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ നല്ല കഥാപാത്രത്തെയും സംശീകരിക്കുവാനും അധമമായ കഥാപാത്രത്തെ അവഗണിക്കുവാനും ഒഴിവാക്കാനും നമുക്ക് സാധിക്കണം. ആ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർണവർണ്ണ നിറമാർന്ന കണിക്കുന്ന പൂക്കളുമായി വിഷു കടന്നു വരികയാണ്. സമൃദ്ധിയുടെ, സമ്പത്തിന്റെ, ഐശ്വര്യത്തിന്റെ ദിനങ്ങളായി വിഷുദിനം കടന്നു വരുന്നു. ഒരു വർഷത്തെ, നല്ല വർഷത്തെ സ്വീകരിക്കുവാൻ, ഐശ്വര്യപൂർണമായ വിഷുക്കണി കാണുവാൻ, സമൃദ്ധിയാർന്ന നാളുകളാകാൻ വിഷുക്കൈനീട്ടം സ്വീകരിക്കുവാനും ഒരുങ്ങിക്കൊണ്ട് നാം വിഷുവിനെ സ്വീകരിക്കാൻ തയ്യാറാവുകയാണ്. അടുത്ത ലക്കം വിഷുവിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കടന്നു വരാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.